വിദ്യാർത്ഥികളെ കയറ്റാതെ ബസ്സുകൾ പോകുന്നത് പതിവായതോടെയാണ് ഇന്നലെ ബസ്സിന് മുൻപിൽ കിടന്ന് ഒരു പ്രതിഷേധം നടന്നത്. പ്രതിഷേധിച്ചത് ഹോംഗാർഡ് നാഗരാജൻ സാറാണ്. കുട്ടികളോട് അത്രയും മോശം സമീപനമാണോ ഇവിടെയുള്ള ബസ്സുകാർക്ക്? എല്ലാ ബസ്സുകാരെയും നമ്മൾ കുറ്റം പറയില്ല. ചില ബസ്സുകാരുടെ സമീപനം വളരെ മോശമാണ്. കുന്നമംഗലം ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ് ഞാൻ സ്റ്റോപ്പ് കൊടുത്ത് റോഡിൻ്റെ നടുക്ക് നിന്നിട്ട് ഞാൻ സ്റ്റോപ്പ് കൊടുത്തതാണ്. സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞപ്പം അവൻ എൻ്റെ അടുത്തേക്ക് പിന്നെയും വണ്ടി കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു നിർത്ത്, കുട്ടികളെ കയറ്റിയിട്ട്. അന്നപ്പോൾ അവർ കുട്ടികളെ കയറ്റാൻ അവർ വിസമ്മതിച്ചു. വിസമ്മതിച്ചതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് കുട്ടികളെ കയറ്റാൻ ഇവിടുന്ന് പോകാൻ പറ്റില്ല, അങ്ങനെയാണെന്ന് വെച്ചാൽ നീ എൻ്റെ നെഞ്ഞത്തോടെ എടുത്തിട്ട് പോകുന്ന പറഞ്ഞു. അതാണ് അന്നപ്പം പിന്നെ അവർ കുട്ടികളെ കയറ്റി. നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല. ആദ്യം എന്നെ ഒന്ന് ഭയപ്പെടുത്താനുള്ള രീതിയിൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് നിർത്തിയത്. പക്ഷേ ഈ റോഡിൽ കിടന്നപ്പോഴാണോ കുട്ടികളെ കയറ്റിയത്? അതെ 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 അവിടെ ഒരു 150-200 കുട്ടികളൊന്നുമല്ല ഉള്ളത്. അത്രയും കുട്ടികളുണ്ടായിട്ട് ഇവർ ഓരോരോ ബസ്സുകാരും നിർത്തിങ്ങാൻ 5, 6, 10 കുട്ടികളെ എടുത്ത് പോയാൽ മതി. എന്നാൽ അവിടെ ഒരു വിഷയവുമില്ല. പക്ഷേ അത് അവർ ചില ബസ്സുകാർ എടുക്കുന്നുണ്ട്, പക്ഷേ ചില ബസ്സുകാർക്ക് തീരെ കുട്ടികളെ എടുത്തുകൂടാം. ആ മർക്കസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇത് ഞാൻ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വീഡിയോയിൽ കൈയടിക്കുന്നതും കേൾക്കുന്നുണ്ട്. അത് കുട്ടികൾ തന്നെയാന്ന് തോന്നുന്നു. അതെ 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 അത്രയും കുട്ടികളുണ്ട് അവിടെ. ആ കുട്ടികളാണ് കൈയടിച്ചത്. ഞങ്ങൾ ആരവിടെ ഡ്യൂട്ടിയിലുണ്ടെങ്കിലും ഞങ്ങൾ പറയാറുണ്ട് അവരോട്, നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ പറ്റുന്ന കുട്ടികളെടുത്തിട്ട് പോവുക. നിങ്ങൾ മൊത്തം മർക്കസിലെ കുട്ടികളെ എല്ലാവരും ഒരു ബസ് കയറിയിട്ട് പോകണമെന്ന് നമ്മൾ പറയില്ല. പക്ഷേങ്കിൽ 4, 5, 6 കുട്ടികളെ എടുത്തിട്ട് നിങ്ങൾ പോവുക, അത്രയേ വേണ്ടൂ. പക്ഷെ അത് ഇവർക്ക് ചിലപ്പോൾ ഈ കുട്ടികളെ കാണുമ്പോൾ ചില ബസ്സിൻ്റെ ഡ്രൈവർമാർക്ക് എന്തോ ഭയങ്കര ഒരു വിദ്വേഷം പോലെയാണ്. പിന്നെ അഥവാ നിർത്തിയാലും ചിലർ കുട്ടികൾ കാലെടുത്ത് ഡോറിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോഴേക്കും വണ്ടി എടുക്കും. 2-3 പ്രാവശ്യം അവിടെ കുട്ടികൾ വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപകടങ്ങളും പറ്റുമോ? അതിനുള്ളൊരു പരിഹാരം ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ വളരെ നന്നായിരുന്നെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് വീട്ടുകാരും ബാക്കി സഹപ്രവർത്തകരൊക്കെ എന്താ പറഞ്ഞു? എല്ലാവരും അഭിനന്ദനമാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു അഭിനന്ദനത്തിൻ്റെ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആ കുട്ടിയൊക്കെ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. ഓക്കെ. എന്തായാലും ഈ കുട്ടികളെ പറഞ്ഞതുപോലെ കുട്ടികളെ കയറ്റാതെ ബസ്സുകൾ പോകുന്നത് പതിവായതോടെ ഗതികെട്ടാണ് ആ വിധത്തിൽ പ്രതിഷേധം നടത്തിയെന്നാണ് നാഗരാജൻ ഹോംഗാർഡ് പറയുന്നത്. ബസ് ജീവനക്കാർക്ക് ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെന്ന് കൂടിയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.